ഹലോ, എല്ലാവർക്കും വീണ്ടും മറ്റൊരു ലൈവ് സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജാസിം. എല്ലാവർക്കും എന്നെ അറിയുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ നമ്മളിപ്പോൾ കുറച്ച് ലൈവ് സെഷൻസ് ആയിട്ട് ഇപ്പം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലരും പല ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ എല്ലാ ഡൗട്ട്സിനും നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. എങ്കിലും യൂസ്ഫുൾ ആണ്, മറ്റുള്ളവർക്കും കൂടെ എന്താ പറയുക, കൂടുതൽ ആളുകൾക്കും ഉള്ള ഡൗട്ട്സ് ആണ് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ വീഡിയോ അല്ലെങ്കിൽ അതിനൊരു ആൻസർ നമ്മൾ എന്തായാലും കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലൊരു ടോപ്പിക് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതിന് മുന്നേ ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ ലൈവ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വാട്ടർ ഷോർട്ടേജിനെ കുറിച്ച്. ഓക്കെ, എന്തായാലും നമുക്ക് ഇംഗ്ലീഷും എന്ത് കാര്യം ഇല്ല എന്നുണ്ടെങ്കിലും വെള്ളമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. വെള്ളത്തിന്റെ യൂസേജ് എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. സൂര്യാതപം ഒന്നും ഏൽക്കാണ്ട് ആർക്കും ഒരു കുഴപ്പമില്ലാണ്ടിരിക്കട്ടെ. ഓക്കെ, അപ്പൊ അതിലെല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൺഫ്യൂസിങ് കോമൺ മിസ്റ്റേക്സ് ആയിട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ കൺഫ്യൂസിങ് വേർബ്സ് ആയിട്ട് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് എത്രാമത്തെ എന്നുള്ളത് കൂടുതൽ ആളുകളും എന്നോട് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാർ അത് ചെയ്തത് നന്നായി എന്ന് പറഞ്ഞിട്ട്. എനിവേ, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് അറിയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ണിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് ഒരു ചോദ്യമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ടുണ്ടാവും. അതായത് ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഹാഡ്, ബീൻ എന്നുള്ളതിന്റെ യൂസേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. ലിജോ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലിജോ ആണ് ചോദിച്ചിട്ടുള്ളത്. എനിവേ, താങ്ക്സ് ലിജോ. ഇത് എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു സംഭവം തന്നെയാണ്. എന്താണ് ഇതിന്റെ യൂസേജ്, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഇംഗ്ലീഷിൽ എങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഹാഡ് ഇതിന്റെയൊക്കെ യൂസേജ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ ഓരോ കാറ്റഗറൈസ് നിങ്ങൾ ക്ലാസ് കേട്ടിട്ടുണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൽ കൂടെ നിങ്ങൾ അത് തീർക്കാം. ഓക്കെ, ഇതിന് ഒന്നിൽ കൂടുതൽ യൂസേജസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഹാവ് അല്ലെങ്കിൽ ഹാസ്, ഇനി അതും അല്ലെങ്കിൽ ഹാഡിന്റെ കൂടെ ബീൻ എന്നതും കൂടെ ചേർത്തിട്ട് വരുമ്പോൾ അതിന് ഒരു 3-4 കേസുകൾ വരുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ ഞാൻ പറയുന്നില്ല, ഒരു കാര്യം പറയുമ്പോൾ അത് നിങ്ങൾക്ക് തറവാകും. ഓക്കെ, എന്നിട്ട് വരും ലൈവ് സെഷൻസിൽ നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം വരുന്നത് ഹാവ്, ഹാസ്, ഹാഡ്. ആദ്യം നമുക്ക് ഹാവ്, ഹാസ് എടുക്കാം. ഹാവിന്റെയും ഹാസിന്റെയും യൂസേജ് എങ്ങനെയാണ്? ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ നമ്മളത് വളരെ സിമ്പിൾ മെത്തേഡിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെൻ ഇറ്റ് കംസ് ടു ഹാവ്, it is related with the subject, how to use. Okay, if the subject is I, you, we, they, നമ്മളിങ്ങനെ എന്താ പറയാ, ഇംഗ്ലീഷ് ടേംസ് എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂസ് ചെയ്യാറില്ല അല്ലെ, കൺഫ്യൂഷൻ ആക്കാറില്ല. നമ്മൾ ജസ്റ്റ് എന്ത് പറയാറുണ്ട്, I, you, we, they എന്നിവരെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ നിങ്ങൾ ഹാവ് ഉപയോഗിക്കണം. ഹി, ഷീ, ഇറ്റ്, ഇനി അതും അല്ലെങ്കിൽ ഒരാളുടെ പേര് എടുത്ത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാസ് ഉപയോഗിക്കണം. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോ ഹാഡ് ആണെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല. ഹാഡ് ഇതിന്റെ രണ്ടിന്റെയും പാസ്റ്റ് ആണ്. അതിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ നമ്മൾ ഹാവിന്റെയും ഹാസിന്റെയും യൂസേജ് പഠിച്ചിട്ടുണ്ടായിരുന്നു. വെൻ ഇറ്റ് കംസ് ടു എ പൊസഷൻ വി വിൽ യൂസ് ഹാവ്, ഹാസ്. ദാറ്റ് മീൻസ് ഐ ഹാവ് എ ബൈക്ക്. അതൊരു പൊസഷൻ ആണ്, അതിന്റെ ബീനൊന്നുമില്ല. ഇറ്റ്സ് എ പൊസഷൻ. എന്റെ കൈവശം ഒരു ബൈക്ക് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ബൈക്ക് ഉണ്ട്. ഷീ ഹാസ് എ ബൈക്ക്, അവൾക്കൊരു ബൈക്ക് ഉണ്ട്. ഷീ ആണെങ്കിൽ അത് ഹാസ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ക്ലാസ് നിങ്ങൾ ഒന്നുകൂടെ നോക്കണം, അതിൽ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഫസ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പോ ഇനി ഹാഡിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ് ഇസ് എ പാസ്റ്റ് ടെൻസ് അല്ലെ. എന്ന് വെച്ചാൽ ഐ ഹാഡ് എ ബൈക്ക്, എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു. ഇനി അതും അല്ലെങ്കിൽ ഹാഡിന് മറ്റൊരു അർത്ഥമുണ്ട്, കഴിച്ചു എന്നുള്ള മീനിങ് അല്ലെ. ഐ ഹാഡ് ബിരിയാണി, ഞാൻ ബിരിയാണി കഴിച്ചു എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് അറിയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടേം ആണ്. ബീൻ എന്നുള്ളത് അതിന്റെ കൂടെ വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ മാറ്റം വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒന്നിൽ കൂടുതൽ സിറ്റുവേഷൻസ് ഇതിനുണ്ട്. അതിലൊരു സിറ്റുവേഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. എസ്പെഷ്യലി എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു സംഭവം, ഹാവ് അല്ലെങ്കിൽ ഹാസ് ഇതിനോടുകൂടെ ബീൻ ചേർത്തിട്ട് അതിൻ്റെ കൂടെ ING ഫോം, വേർബിന്റെ ING ഫോം. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവാനാണ് ഇംഗ്ലീഷ് ടേംസ് ഒന്നും ഉപയോഗിക്കാതെ ഞാൻ പറയുന്നത്. ഓക്കെ, വേർബിന്റെ കൂടെ ING ഫോം ഉപയോഗിക്കാം. സിംഗിങ്, ഡാൻസിങ്, ഗോയിങ്, ഈറ്റിംഗ്, ഇവിടൊക്കെ ING ഉണ്ട് അവസാനം.
അല്ലേ? ഒരു പ്രവൃത്തിയുടെ കൂടെ ING ചേർക്കുക. സ്ലീപ്പിംഗ്, ഇപ്പൊ ടോക്കിംഗ്, ഓക്കെ, സിറ്റിംഗ്, ഞാൻ ഇരിക്കുകയാണ്, ഓക്കെ, വാച്ചിങ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതൊക്കെ ING ഫോം ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതിനോട് കൂടെ എന്ന് വെച്ചാൽ ഹാവ് അല്ലെങ്കിൽ ഇപ്പൊ ഹാസ് എടുക്കുകയാണെങ്കിൽ ഹാസ് ബീൻ ING, ഹാവ് ബീൻ ING, ഓക്കെ, ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം എന്ത്, ഇറ്റ്സ് ആൻ ആക്ഷൻ വിച്ച് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് സ്റ്റിൽ കണ്ടിന്യൂസ്. ഭൂതകാലത്തിൽ തുടങ്ങി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അല്ലെ? എന്ന് വെച്ചാൽ ഇപ്പോ ഞാൻ ഇംഗ്ലീഷ് ഗുരുവിലെ ഒരു ട്രെയിനറാണ്. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് ഗുരുവിൽ ഇപ്പൊ ഏകദേശം 5 വർഷത്തിന്റെ മുകളിലായി. എന്ന് വെച്ചാൽ 5 വർഷം മുന്നേ ഞാൻ ഇവിടെ ജോലി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ഒരു പ്രോസസ്സാണ് പറയണത്. ഓക്കെ, എന്ന് വെച്ചാൽ ഐ ഹാവ് ബീൻ വർക്കിംഗ്, ഐ ഹാവ് ബീൻ വർക്കിംഗ്, ഐ ഹാവ് ബീൻ വർക്കിംഗ്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻ ഇംഗ്ലീഷ് ഗുരു ഫോർ 5 years. 5 years. 4 ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് എത്ര വർഷമാണോ അത് പറയണം. നമ്മുടെ ക്ലാസ് ഓർക്കുന്നില്ലേ നിങ്ങൾ? ഇനി സിൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ പറയാറില്ല. സിൻസ് 2014 അല്ലെങ്കിൽ 2015 എന്ന രീതിയിലാണ് പറയാ. ഓക്കെ, ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ഗുരു ഫോർ 5 years അല്ലെങ്കിൽ സിൻസ് 2014. ഓക്കെ, അപ്പോ ഐ അവിടെ വരാൻ കാരണം എന്താണ്? സോറി, ഹാവ് അവിടെ വരാൻ കാരണം എന്താണ്? ഐ ആയതുകൊണ്ടാണ്. ഐ ഹാവ് ബീൻ, ഐ ഹാവ് ബീൻ. ഈ ഐ ഹാവ് ബീൻ എന്ന് പറയുന്നതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ ഹാവ് ബീൻ എന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇനി അത് ഹി അല്ലെങ്കിൽ ഷീ, ഇനി അതല്ലെങ്കിൽ പേരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ പേര് എടുത്ത് പറയുകയാണെങ്കിൽ ജാസിം ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ഗുരു ഫോർ 5 years. ഓക്കെ, രണ്ടും സെയിം തന്നെയാണ്. ഹാവിനോ ഹാസിനോ ഒരു വ്യത്യാസവും ഇല്ല, സെയിം മീനിങ് തന്നെയാണ് വരിക. ഓക്കെ, എന്നാൽ ഇപ്പൊ ഇവിടെ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ പണ്ട് തുടങ്ങിയിട്ട് ഇപ്പോഴും ഇത് നടന്നു പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഹാവ് ഹാസ് ഉപയോഗിക്കുക. ഇനി ഹാഡ് വരുന്ന സമയത്ത് ഇതിന്റെ പാസ്റ്റ് ആയിട്ടാണ് വരിക. ഓക്കെ, എന്നാൽ ഹാഡ് ഉപയോഗിക്കുമ്പോൾ കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഹാഡ് ബീൻ ING ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അതിലേക്കാണ് ഞാൻ പോകുന്നത്. ഹാവ് ഹാസ് ക്ലിയർ ആയല്ലോ അല്ലെ? അധികം മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല, അധികം എന്താ പറയാ റൂളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ഐ ഹാവ് ബീൻ വർക്കിംഗ്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾസ് വേണോ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഒരാള് ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യാണ്, ഡോക്ടറെ വെയിറ്റ് ചെയ്യാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ ഒരു സ്ത്രീ ആയിക്കോട്ടെ, ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ 2 hours അല്ലെങ്കിൽ ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് സിൻസ് 3 o'clock അല്ലെങ്കിൽ 5 o'clock എന്ന രീതിയിൽ പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ കോണ്ടെക്സ്റ്റ് മനസ്സിലായല്ലോ. എന്ന് വെച്ചാൽ തുടങ്ങിയിട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന സംഭവം. ഇനി ഹാഡ് ബീനിലേക്ക് വരുന്ന സമയത്ത് അവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഹാഡ് പ്ലസ് എന്ത് നമ്മൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിലും അതിനോട് കൂടെ ഒരു സംഭവം വേണം. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഹാവിന്റെയും ഹാസിന്റെയും ഒരു പാസ്റ്റ് എന്നുള്ള നിലയ്ക്കാണ് ഹാഡിനെ പറയാൻ പോകുന്നത്. അങ്ങനെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. ഞാൻ വലിയ കട്ടി ഇംഗ്ലീഷ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഈ ഒരു സംഭവത്തിന്റെ പാസ്റ്റ്. ഓക്കെ, ഇത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനോട് കൂടെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറയണം. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ ഫോർ 5 years. ഞാനൊരു ടീച്ചറായിട്ട് 5 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി ആ ഹാവ് ബീന് പകരമായിട്ട് നമ്മൾ ഹാഡ് ബീൻ ആണോ ഉപയോഗിക്കുന്നത് എങ്കിൽ നോക്കാം. ഐ ഹാഡ് ബീൻ വർക്കിംഗ് as a teacher for 5 years when I quit my job. ഞാൻ അതെ, ഇപ്പൊ നമ്മള് ഇങ്ങനെ പറയാറില്ലേ, അതായത് ഞാൻ ആ സമയത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. when I quit my job, I had been working as a teacher for 7 years. ഞാൻ ജോലി ക്വിറ്റ് ചെയ്യുന്ന ആ സമയത്ത് അല്ലെങ്കിൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്യായിരുന്നു, ഒരു 7 വർഷമായിക്കൊണ്ട് ഞാനൊരു ടീച്ചറുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, മലയാളീകരിക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എല്ലാവർക്കും കൺഫ്യൂഷൻസ് വരിക മലയാളീകരിക്കുമ്പോഴാണ്. കാരണം ഈ കൊനസ്റ്റ് ചോദ്യം ചോദിക്കുന്ന ആളുകളൊക്കെ എല്ലാവരും കൺഫ്യൂസ്ഡ് ആക്കുക ഇങ്ങനെ എന്താ പറയാ കടിച്ചാ പൊട്ടാത്ത മലയാളം പറഞ്ഞിട്ടാണ്. അപ്പൊ ചില ട്രാൻസ്ലേഷൻസ് ഒക്കെ കേൾക്കുമ്പോഴേ നമുക്ക് തന്നെ തോന്നും, അയ്യോ എനിക്ക് മലയാളം അറിയില്ലേ എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോ ഈ ഒരു സംഭവം നിങ്ങൾ മലയാളീകരിക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, ഹാവ് ഓർ ഹാസ്
ബീൻ പ്ലസ് ING-ന്റെ പാസ്റ്റ് ആണ് ഇതെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇതിന്റെ അർത്ഥം വരുന്നതും ഇങ്ങനെയാണ്. ഇനി നമ്മൾ നേരത്തെ രണ്ടാമത് പറഞ്ഞ ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ 2 hours എന്നുള്ളതാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ആദ്യത്തെ സെന്റൻസ് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഐ ഹാഡ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ ഫോർ 7 years എന്ന് മാത്രമല്ല അതിൽ വന്നിട്ടുള്ളത്. വെൻ ഐ ക്വിറ്റ് മൈ ജോബ്, ക്വിറ്റ്, ഓക്കെ, ക്വിറ്റ് അല്ല, ക്വിറ്റ്. ഓക്കെ, ഇപ്പോ ഈ ക്യൂ എന്നുള്ള സംഭവത്തിന്റെ ഈ ഒരു പ്രൊനൗൺസിയേഷൻ എല്ലാവരും തെറ്റിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ക്യൂൻ എന്ന് പറയും. ക്യൂൻ, ക്യൂൻ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ വൈ എന്നാണ്. ക്യൂ, ക്യൂ, അങ്ങനെ കുറെ പാട്ടൊക്കെ അത് പോട്ടെ. അപ്പൊ എന്തായാലും ക്യൂൻ എന്ന് നിങ്ങൾ പറയരുത്, ക്വീൻ എന്ന് പറയണം. ഓക്കെ, ക്വീൻ, അതാണ് ശരിയായ പ്രൊനൗൺസിയേഷൻ. ഓക്കെ, ക്യൂൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ അതിന്റെ ശരിയായ ഉച്ചാരണം നിങ്ങൾ തേടി പിടിച്ച് അതന്നെ ചെയ്യണം കേട്ടോ. അങ്ങനെ തന്നെ ഉച്ചരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ക്യൂ അല്ലല്ലോ. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ വെൻ ഐ ക്വിറ്റ് മൈ ജോബ്, ആ ഒരു സംഭവം കൂടി നമ്മൾ അതിലൂടെ ചേർക്കുന്നുണ്ട്, എങ്കിലേ നമ്മൾ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു യൂസേജ് വരുള്ളൂ. കാരണം മറ്റേത് പറയുന്ന സമയത്ത് നമ്മൾ ഒന്നും ചെയ്യുന്നൊന്നുമില്ല, അതിന്റെ കൂടെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഹാഡ് ബീൻ പ്ലസ് ING, we have to use certain more sentence with that. That means a sentence related to that. Okay, and the second sentence, as I told you before, she has been waiting for 2 hours since 5 o'clock. She has been waiting for 2 hours. Okay, അവൾ 2 മണിക്കൂറായിക്കൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, and when we use that apply had plus been ING with that particular sentence, it comes like, she had been waiting for 2 hours when the doctor finally arrived. Doctor finally arrived ചെയ്തു. ഓക്കെ, അദ്ദേഹം എത്തി. ആ സമയത്ത് അല്ലെങ്കിൽ ആ സമയം കൊണ്ട് അവൾ ഏകദേശം 2 മണിക്കൂറായിക്കൊണ്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് 2 എക്സാമ്പിൾസും കൂടെ പറയാം. He has been the senior trainer in English Guru for 4 months. അവൻ 4 മാസമായിക്കൊണ്ട്, നിങ്ങൾ തന്നെ ഉത്തരം നിങ്ങൾക്ക് തന്നെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. He has been working, he has been the senior trainer in English Guru for 4 months. അവൻ ഇംഗ്ലീഷ് ഗുരുവിലെ സീനിയർ ട്രെയിനർ ആയിരുന്നു. എത്ര കാലത്തേക്ക്? 4 മാസത്തേക്ക്. ഓക്കെ, ഇനി നമ്മൾ ഹാഡ് ബീൻ വെക്കുമ്പോൾ he had been the senior trainer only for 4 months when he quit. അവൻ ക്വിറ്റ് ചെയ്ത സമയത്ത് ഏകദേശം 4 മാസത്തോളമായിട്ട് അവൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഒരു സിറ്റുവേഷനിലേക്ക് വരാം. ഇപ്പൊ ഈ പറഞ്ഞത് നമ്മൾ സിറ്റുവേഷൻ ആണ്, ഒരു ഡെസിഗ്നേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഹി ഹാസ് ബീൻ ദ സീനിയർ ട്രെയിനർ. അതേപോലെയാണ് they have been married for 30 years. they have been married. അവര് വിവാഹിതരായിരുന്നു. എത്ര കാലത്തേക്ക്? 30 വർഷമായിക്കൊണ്ട് അവര് വിവാഹിതരാണ്. they have been married. ഓക്കെ, ഇനി അതല്ലെങ്കിൽ സിൻസ് 1989 1990 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഫോർ സിൻസ് അത് നിങ്ങൾ തെറ്റരുത്. ഓക്കെ, they had been married, had ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. they had been married for 25 years when they had been married for 25 years when they got divorced. അവര് ഡിവോഴ്സ് ചെയ്തുവെങ്കിൽ പോലും ആ സമയത്ത് അവര് 25 വർഷമായിക്കൊണ്ട് വിവാഹിതരായി. ഓക്കെ, എങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുക? നമ്മൾ ഈ ഹാഡ് ബീൻ എന്നുള്ളതിന്റെ യൂസേജ് വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചു വെച്ചാൽ മതി. ഹാവ് അല്ലെങ്കിൽ ഹാസ് രണ്ടും സെയിം മീനിങ് തന്നെയാണ്, അതിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവണ്ട. അതിനോട് കൂടെ ബീൻ പ്ലസ് ING ചേർക്കുവാണെങ്കിൽ ഒരു പാസ്റ്റിൽ തുടങ്ങിയ ഒരു സംഭവം, ഒരു പ്രവൃത്തി, അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, എന്നാൽ അത് ഹാഡിലേക്ക് വരുന്ന സമയത്ത് ഹാഡ് ബീൻ ആണ് പറയുന്നതെങ്കിൽ പാസ്റ്റിലെ ഒരു സംഭവം, ഒരു ചെറിയ സംഭവം മാത്രമേ നമ്മൾ പറയുന്നത്. മനസ്സിലായി? ഇവിടെ വെച്ചാൽ തീർന്നു, ഇവിടേക്ക് അതില്ല. ഓക്കെ, ഇതാണ് സംഭവം മെയിൻ ആയിട്ട് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു പേപ്പറിനെ നമ്മൾ ഇങ്ങനെയായിട്ട് ചുരുക്കുവാണെങ്കിൽ ഇവിടുന്ന് ഞാൻ എന്റെ ഇപ്പൊ ഇത് കാലയളവാണെന്ന് വിചാരിക്കുക കേട്ടോ. ഓക്കെ, ഇത് 2005 ആണെന്ന് വിചാരിക്കുക, ഇത് 2019 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 2005 തുടങ്ങി ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ ഹാവ് അല്ലെങ്കിൽ ഹാസ് ബീൻ പ്ലസ് ING ഉപയോഗിക്കുക. ഓക്കെ, എന്നാൽ ഇവിടെ വെച്ച് ഞാൻ നിർത്തി. എന്നിട്ട് ഈ സംഭവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നതെങ്കിൽ ഹാഡ് ബീൻ പ്ലസ് ING ആണ് ഉപയോഗിക്കുക. ഇതാണ് സംഭവം. ഓക്കെ, ഇനി നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് വ്യക്തമാകും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്
അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ലൈവിൽ വേണമെങ്കിൽ ഞാൻ പറയാം. നിങ്ങൾ ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്കെ, ഇതെനിക്ക് തോന്നുന്നു വലിയ ടഫ് ആയിട്ടുള്ള സംഭവം ഒന്നല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, പിന്നെ ഡെയിലി ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെയിലി ഇംഗ്ലീഷ് നമ്മൾ പോസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിൽ കുറച്ച് സംഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരാൾ എന്നോട് ചോദിച്ചൊരു ഡൗട്ടാണ്, എനിക്ക് തോന്നുന്നു അത് പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, സോറി. എനിവേ, പുള്ളി ഇത് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, അതായത് നമ്മൾ ഈ ഹാബിച്വൽ ആക്ഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ഇപ്പോ കുറെ ആളുകൾക്ക് കുറെ ശീലങ്ങൾ ഉണ്ടാവില്ലേ. ഇപ്പോ കട്ടൻ ചായ നന്നായിട്ട് കുടിക്കുന്ന ആള്, അതൊരു ശീലമാണ്, എപ്പോഴും കട്ടൻ ചായ കുടിക്കുക. ഇനി അതല്ലെങ്കിൽ എപ്പോഴും സിഗരറ്റ് വലിക്കുക, ഇനി അതല്ലെങ്കിൽ മദ്യപിക്കുക. നല്ല ശീലങ്ങളും ചീത്ത ശീലങ്ങളും ഉണ്ട് കേട്ടോ. ഞാൻ ചീത്ത ശീലങ്ങൾ മാത്രം പറയണമെന്ന് വിചാരിക്കരുത്. ഓക്കെ, ശീലങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊക്കെയല്ലേ ഓർമ്മയിൽ വരിക. പത്രം വായിക്കുക, അതൊരു ശീലമാണ്. TV കാണുക, അതൊരു ശീലമാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു ഹാബിച്വൽ ആക്ഷനെ പറയുന്ന സമയത്ത് കൂടുതൽ പേരും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു. ഈ പ്രസന്റ് കണ്ടിന്യൂസ് എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സംഭവമാണെന്നൊന്നും വിചാരിക്കണ്ട. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാല് ഇപ്പോ ഞാനിവിടെ ഇരിക്കുന്നില്ല, ഇത്രയും നേരമായിട്ട് ഇരിക്കുന്നില്ല. ഐ എം സിറ്റിംഗ്, ഞാൻ ഇരിക്കുകയാണ് അല്ലെ. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഐ എം ടോക്കിംഗ്, ഞാൻ സംസാരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതാണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക്. ഒരു ഹാബിറ്റിനെ പറയാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഡെയിലി ഇംഗ്ലീഷ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവ്രി മോർണിംഗ് ഐ എം ഗോയിങ് ഫോർ എ വാക്ക്. ഓക്കെ, അവിടെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഐ ആം, എല്ലാവരും പറയുന്നതാണ് ഐ ആം ജാസിം, അല്ലെങ്കിൽ ഐ ആം ഷഫീഖ്, അല്ലെങ്കിൽ ഐ ആം മുഹമ്മദ് റാഫി, ഐ ആം അതുൽ ജീറ എന്ന രീതിയിൽ നമ്മൾ പറയണത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വേ ഓഫ് ടോക്കിംഗ് അത് നമ്മൾ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എന്ന് വെച്ചാൽ ഐ ആം എന്ന് പറയുന്നതിന് പകരം ആം എന്ന് പറയണം. ഓക്കെ, ഐ ആം ജാസിം, ഐ ആം റാഫി, ഐ ആം ഷഫീഖ്, ഐ ആം ഷഹദ് എന്ന രീതിയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെ പറയാൻ ശ്രമിക്കണം. ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് വരാം. എവ്രി മോർണിംഗ് ഐ എം ഗോയിങ് ഫോർ എ വാക്ക്, ഞാൻ നടക്കാൻ പോകുന്നുണ്ട് എന്നാണ് നമ്മൾ ഇപ്പൊ നിങ്ങൾ കേട്ടപ്പോൾ സംഭവം മനസ്സിലായിട്ടുണ്ടാവും. ഐ എം ഗോയിങ് ഫോർ എ വാക്ക്. ഐ എം ഗോയിങ് ഫോർ എ വാക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊരു നടത്തിന് പോവാണെന്നാണ് അർത്ഥം. നമ്മൾ അവിടെ ഉദ്ദേശിച്ചത് എന്താണോ അത് കിട്ടിയിട്ടില്ല. ഓക്കെ, ചില സെന്റൻസ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നാറില്ല, ശരിയാണെന്ന് തോന്നുന്നു. എവ്രി മോർണിംഗ് ഐ എം ഗോയിങ് ഫോർ എ വാക്ക്, നിങ്ങൾക്ക് സംഭവം മനസ്സിലായി. ഞാൻ എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകാറുണ്ട്. പക്ഷെ ആ ഒരു മീനിങ് അവിടെ മാറി. ഐ എം ഗോയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പോവാണെന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. ഓക്കെ, അത് ശരിക്കും പറയേണ്ടത് എവ്രി മോർണിംഗ് ഐ ഗോ ഫോർ എ വാക്ക്. ഓക്കെ, ആർക്കും ഇത് അങ്ങനെ പെട്ടെന്ന് ദഹിക്കാറില്ല. ഐ ഗോ ഫോർ എ വാക്ക്, അല്ലെങ്കിൽ ഐ സീ ഹിം, ഇനി അതല്ലെങ്കിൽ ഐ മീറ്റ് ഹിം, അല്ലെങ്കിൽ ഐ സ്മോക്ക് എവ്രി ഡേ, ഐ ഡ്രിങ്ക് എവ്രി ഡേ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഈ ഹാവ് ബീനും ഹാസ് ബീനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ആളുകളുണ്ട്, കുറെ ആളുകൾ. അങ്ങനെ കുറെ ആൾക്കാർ പറയാറുണ്ട് എന്നോട്. ഓക്കെ, എനിവേ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങളത് നിങ്ങളുടെ ഒരു ഹാബിറ്റ് ആയിട്ടാണ് പറയുന്നത് എങ്കിൽ യു ഡോണ്ട് നീഡ് ടു ആഡ് എനി കൈൻഡ് ഓഫ് ഹാവ് ഓർ ബീൻ ഓർ എനി കൈൻഡ് ഓഫ് past participle form of the verb. You don't need to do that. Okay, all you have to do is just say at the present tense. Okay, that means when you say that I go for a walk, it means that it's a habitual action. You do that every day. Okay, so you don't need to add any kind of and also don't overthink in these kind of things. When it comes to habitual action, you don't need to overthink. Okay, just say it in simple present. Okay, I go for a walk. I drink milk every day. ഞാൻ എല്ലാ ദിവസവും പാല് കുടിക്കാറുണ്ട് എന്ന രീതിയിലൊക്കെ പറയുന്നത്. ഇപ്പൊ ശരിക്കും ഇത് നമ്മുടെ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഡു ഡസ് ക്ലാസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഈ ഒരു ഹാബിച്വൽ ആക്ഷന്റെ ഒരു ക്ലാസ് നമ്മൾ പറയുന്നില്ലേ, അത് നിങ്ങൾ എടുത്തു നോക്കിയാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് വരാണ്ട് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ഡെയിലി ഇംഗ്ലീഷിൽ ഡെഡ് ഇൻ ദ വാട്ടർ എന്ന ഇഡിയംസ് എന്നോട് പല ആളുകളും സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡെഡ് മരിച്ചു, ഡെഡ് ഇൻ ദ വാട്ടർ എന്ന ഇഡിയം എന്താണ് സംഭവം? അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു യൂസ്ഫുൾ ഐറ്റം അല്ലേ സാറേ എന്ന് ചോദിച്ചു.
Okay, so I said that yes, it's a commonly used term. That means if something is dead in the water, it means that it has no chance of succeeding or making any progress. Dead in the water എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് അതിനൊരു കാര്യമില്ല എന്നാണ് അർത്ഥം. ഓക്കെ, ഇപ്പൊ ഒരു കാര്യത്തെ സൂചിപ്പിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ if it is if we say that it is dead in the water, it means that it doesn't have any kind of progress. Okay, അല്ലെങ്കിൽ it has no chance of succeeding. അത് വിജയിക്കാൻ ഒരു ചാൻസും ഇല്ല എന്നാണ് പറയാ, അല്ലെങ്കിൽ അതിന്റെ മീനിങ് പറയണത്. അത് ഞാനൊരു എക്സാമ്പിളും പറഞ്ഞിരുന്നു. ഐ എം ഷുവർ ദാറ്റ്. ഓക്കെ, ഐ എം ഷുവർ ദാറ്റ്. ഓക്കെ, പറയുമ്പോൾ അങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഐ എം ഷുവർ ദാറ്റ് ജോർജ് ന്യൂ കമ്പനി ഈസ് ഡെഡ് ഇൻ ദ വാട്ടർ. ഓക്കെ, എനിക്ക് ഉറപ്പാണ് ജോർജിന്റെ കമ്പനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഓക്കെ, നമ്മൾ അങ്ങനെ പറയല്ലേ, ഡെഡ് ഇൻ ദ വാട്ടർ. Nobody is interested in buying this product. അദ്ദേഹത്തിന്റെ പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നതിൽ ആരും ഇൻട്രസ്റ്റഡ് അല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഡെഡ് ഇൻ ദ വാട്ടർ എന്നുള്ളതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഹാവ്, ഹാസ്, ഹാഡ്, ബീൻ പ്ലസ് ING ഫോമിന്റെ ഒരു കേസാണ് നമ്മൾ പഠിച്ചത്. അത് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആയി, മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് we discussed some common mistakes, confusions. So I think all topics are clear, and if you have any kind of doubts afterwards, let me know. No problem, we will discuss about that. If it is more useful term, then you don't have any problem, we'll discuss that, no problem. So that's it. I hope everything is clear and you enjoyed this live session, and I hope I'll be here soon. Okay, so I repeat the same sentence, that is, keep practicing, keep up the good work, guys. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. So that's it. അടുത്തൊരു ലൈവ് സെഷനിൽ നമുക്ക് കാണാം. Okay.